നമസ്കാരം, ഞാൻ തായ്ലാൻഡിൽ ബാങ്കോക്കിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കോക്കിൻ്റെ വിശേഷങ്ങളാണ്. നമ്മൾ മുൻപ് വേറെ പട്ടായയിലത്തെ വിശേഷങ്ങൾ ഇട്ടുണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ സൈബീരിയൻ ഹസ്കിയുടെ വിശേഷങ്ങൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ബാങ്കോക്ക് വിശേഷങ്ങളാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തായ്ലാൻഡിലും മറൈൻ പാർക്കിലാണ് കേട്ടോ. അപ്പോൾ മറൈൻ പാർക്കിലത്തെ വിശേഷങ്ങൾ, ഇതിൻ്റെ കൂടെ നമ്മൾ സഫാരി വേൾഡ് ഉണ്ട്, എല്ലാം കാണാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോണത് എവിടേക്കാ? മറൈൻ പാർക്ക്. ഓക്കെ, ഫസ്റ്റ് തന്നെ നിറയെ മെക്കാവുകൾ കേട്ടോ. സഫാരി വേൾഡും മറൈൻ പാർക്കും അടുപ്പിച്ചാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും ലൊക്കേഷൻ ഒറ്റ ലൊക്കേഷനിലാണ്. അപ്പോൾ രണ്ടിൻ്റെയും മാപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ മാപ്പിൻ്റെ അടുത്തേക്ക് പോകാം. എന്തായാലും കണ്ട, അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് ഇപ്പോൾ എലിഫൻറ്റിൻ്റെ ചെറിയ പരിപാടി, ഡോൾഫിൻ്റെ പരിപാടി, പിന്നെ അങ്ങനെ ഓരോ ഗെയിമുകളുണ്ട്, സ്റ്റണ്ട് ഉണ്ട്, എല്ലാം നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എവിടേക്കാന്നുള്ളതെന്നൊക്കെ മാപ്പ് നോക്കിയിട്ട് നമുക്ക് പോകണമെങ്കിൽ അതിൻ്റെ ടൈമുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. സഫാരി വേൾഡും മറൈൻ പാർക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഉണ്ട്. അപ്പോൾ ഡോൾഫിൻ്റെ ഡാൻസ് ഇതൊക്കെ ഉണ്ട്, എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ അത് കയറുന്ന ഭാഗമാണ്, കവാടം ഫസ്റ്റ് കയറണം. അപ്പോൾ ഏതിലേക്ക് ആദ്യം പോകേണ്ട അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ പ്രത്യേകം പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും മുടക്കാത്ത അവിടെ. അത് നമ്മളെന്തായാലും ട്രാവൽ ഏജൻസിക്കാർ കൊണ്ടുപോകുമ്പോൾ എന്തായാലും അവർക്ക് അറിയണം, കാരണം കൊണ്ട് പിന്നെ പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ ഡയറക്റ്റാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിങ്കളാഴ്ച ഇവിടേക്ക് വരേണ്ട കാര്യമില്ല. അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മുടക്കാന്നുള്ളത് കേട്ടോ. തിങ്കളാഴ്ച മുടക്കുന്നുണ്ട് കണ്ടോ. ഫസ്റ്റ് തന്നെ അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിൽ വേണ്ട ഒരു ചെറിയ പുഴ സെറ്റപ്പ്, അങ്ങനത്തെ അറിയുന്ന പോലത്തെ സാധനം ഒക്കെ ഇരിക്കുന്നുണ്ട്. കറക്റ്റ് അറിയുന്ന തന്നെയാണെന്ന് വിചാരിക്കുന്നത്. കാര്യങ്ങൾ പൊമ്പിക്കുന്നില്ല, അറിയുന്ന തന്നെയാണത്. നല്ല ആളടുത്തേക്ക് പോയിട്ടൊന്നും പേടിയില്ലേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇവിടെ ഒരുവിധം അടുത്തേക്ക് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ സഫാരി ഉണ്ട് കേട്ടോ. ഓപ്പൺ സഫാരി ഉണ്ട്, അതിൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോവാം. അപ്പോൾ സിംഹം, പുലി ഇതിനൊക്കെ കാണിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ബെസ്റ്റിൻ ഫോട്ടോ എടുക്കാതിരിക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് കുതിര ഐറ്റംസുകളൊക്കെ കാണാം. ഇത് പോണി ടൈപ്പ് സാധനങ്ങൾ കേട്ടോ. പോണികളാണ്, കുതിരയുടെ പോലത്തെ ഒരു ഇതാണ്. കുതിരയല്ല കഴുതല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ് അത്. പോണി ഇതിനെ ഫീഡ് ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കൊടുക്കാം നമുക്ക്, ചെറിയ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അത്യാവശ്യം പൈസയൊക്കെ വരും. അപ്പോൾ ബാത്താണ്. അപ്പോൾ ബാത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഫീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതേ കണ്ടോ, ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അതെ, കാണാനൊക്കെ സ്റ്റൈലുള്ള സാധനങ്ങളുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ ക്രോക്കഡൈലിൻ്റെ സ്ഥലമാണ് കേട്ടോ. ക്രോക്കഡൈലുകൾ ഫുള്ള് എന്താ നിറയെ ക്രോക്കഡൈലാണ്. എന്താ ഫുള്ള് കുറേ ഉണ്ട്. ശരിക്കും നമുക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആട്ടാ. ഇത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളത്. നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫോട്ടോ സെക്ഷൻ ഇവിടെ ചെയ്യാം. ആമാട്ടാ, ആമ, നക്ഷത്രാമ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ആമകൾ. എന്താ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ആമ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇത് അരയന്നം പോലത്തെ ഇത്, അരയൻ തന്നെ. ഈ
കുളത്തിൽ നല്ല വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ. ശരിക്കും നമുക്കതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ അങ്ങോട്ട് ശരിക്കും കാണില്ല, നമുക്ക് നേരിട്ട് കാണുന്ന പോലെ വലിയ വലിയ മീനുകൾ. ഇവിടെ നമുക്കൊരു പാലം പോലെ ഉണ്ട്, അവിടെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടി ഉണ്ട്.它真的木材就是炒硬的，硬的。The giant beaver right? It's a marsupial around the kangaroo family. റക്കൂൺ വരില്ല, റക്കൂൺ. മണ്ണിങ്ങനെ മാറ്റി മാറ്റി കുഴിയാക്കും. മുയലും ഉണ്ട് അവിടെ. നോക്കാം. നമ്മളിനി ഓറഞ്ചുട്ടൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. ഓറഞ്ചുട്ടൻ ഉണ്ട് ഇവിടെ, ഓറഞ്ചുട്ടൻ ഷോ. ഓറഞ്ചുട്ടൻ്റെ ഷോ കാണാനാണ് ഭയങ്കര തിരക്കാണല്ലോ. ഇവിടെയാണ് ഓറഞ്ചുട്ടൻ്റെ ഷോട്ടാ. ഷോ കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ ടീമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ജിലും അബിയും ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറെ ഐറ്റംസ് ഒക്കെ വിൽക്കണ ചേട്ടന്മാരുണ്ട്. ഇപ്പൊ ഷോപ്പ് തുടങ്ങും. ഓറഞ്ചുട്ട എത്തിട്ടാ. ഓറഞ്ചുട്ട വന്നിട്ട് അത് ഓണാക്കി 5 മിനിറ്റ് ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത്. We have to do the opening ceremony and right now. Yes, security check confirm. Mr. Come on, man! So, man, come on! Now, không vào tụi ta đi xe. Ok, sau đó xin cảm ơn đủ ok, lớp và tắt sáu quân đi cơ đi phải nào đi cái nào. Ok, rồi mình đi không മൂന്നാലുണ്ട്, 3-4 നായുണ്ട് കേട്ടോ. നല്ല കൊമ്പുകൾ കണ്ട. പരുന്ത്, മൂങ്ങ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് 300 ബാത്ത കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാട്ടോ.
പുലിക്കുട്ടിക്ക് ഫീഡ് ചെയ്യാം. പുലിക്കുട്ടിട്ടാ ഇവിടെ നമുക്ക് ഇവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം ഉണ്ട്. You want big or small? ഒട്ടകത്തിന്റെ പോലത്തെ ഒരു സാധനം കേട്ടോ. അൽപ്പക്കാന്നാ എന്താ പേര്? അൽപ്പക്ക. അൽപ്പക്ക. ഓ അൽപ്പക്ക. അൽപ്പക്ക ഗുഡ് ബോയ്. പല കളറുകളുണ്ട് വെറൈറ്റി. അൽപ്പക്കയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്താൽ കിട്ടൂട്ടാ. 100 ബാത്ത്. അതിനെത്രയാ? 150 ബാത്ത് കൊടുത്തിട്ട് ചേച്ചി ഫീഡ് ചെയ്യുന്നുണ്ട്. ക്യാരറ്റാണ് കൊടുക്കുന്നത്. അയ്യോ തുപ്പി. ചേച്ചി ഫുഡ് കൊടുക്കാണ്ടിരുന്നപ്പോ നോക്കിയപ്പോ തുപ്പിയത്. കങ്കാരുവിന്റെ ബഹളാണ്. Look at Papa, look at Papa. Look at Papa. Arey, why did you remove? Up, hold the bottle up. Hold it up. What? Okay, look, yeah. Up like this. Yeah. Hold it up. Don't remove. By your whiteboard. Oh. They are greeting the trainer by handshake. 1, 2, 3. Happy collect. Okay, we have the lovely action for everyone. Wow. We have the magic show. Okay, ladies and gentlemen, here am I. This is the magic show. 1, 2, 3. 表演。表演。对。请各位拍手。เสียงปรบมือเลยค่ะ Go to the name everybody. ครับผม Okay, we have a superstar. Wow. วันนี้นะครับเขามีความสามารถอยู่แล้วความน่ารักอยู่แล้ว Devin Faster Swimming นี่น้องโลมาสามารถว่ายน้ำได้อย่างรวดเร็วนะคะ112 กิโลเมตรต่อชั่วโมง ไปทางเช้ามาเยอะเลยครับ ถูกต้องนะ ขอ คะ ฝากด้านนี้ด้วย สวัสดีค่ะ ชาย
കണ്ടു കണ്ടു ഒട്ടകം കുട്ടികളും കുട്ടികള് അതികൂടെ അങ്ങോട്ട് വളർന്നു വരും പറയാ കൂസ് എന്ന് പറയാ അതല്ല ഇറങ്ങാൻ അവിടെ വേണമെങ്കിൽ പുലിക്കളിക്ക് വരച്ച പോലെയുണ്ട്. വേറെ എവിടെയാ അല്ലേ സർക്കസിൽ ഇപ്പൊ മൃഗങ്ങളൊന്നും ഇല്ലാത്ത പിള്ളേരെ കാണിക്കാനായിട്ട് ആന ഇതൊക്കെ ഉണ്ടല്ലോ. വെള്ളാണ് കുടിക്കണത്. തണവടിച്ച് കിടക്കണ വെയിലല്ലേ. ഒരു കുന്ന് ഇതിന്റെ ഒന്നും വരുന്നില്ല കാരണം അടുത്തേക്കല്ലേ. അതെങ്ങനെയമ്മ വെള്ളമൊക്കെ ഇഷ്ടം പോലെ അവർ കൊടുക്കണ്ടേ. പഴം അതിവിടെ എവിടെയുണ്ട് മാന്റെ അപ്പുറത്ത് ഹിപ്പോ. കരടികൾ ഇവിടെ ഇത് കരടി ലെഫ്റ്റിലുള്ളത് ബ്രൗണാണ്. കരടി തായ്ലാൻഡിലത്തെ ട്രെയിൻ കാണാൻ വേണ്ടിട്ടാ തൃശ്ശൂരിന്ന് വണ്ടി പിടിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. തായ്ലാൻഡിലൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. മാർക്കറ്റ് നമ്മള് ഇവിടെ അങ്ങനെ ട്രെയിൻ വരുന്ന സമയത്ത് ഇതൊക്കെ ഒതുക്കി എല്ലാവരും സെറ്റപ്പായി നിൽക്കും. അത് കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ കറക്റ്റ്. ഹായ് ഇവിടെ നിന്നാണ് ട്രെയിൻ വരുന്നത്. നമ്മുടെ ടീംസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ടിക്കറ്റ് ഒക്കെ ചാർജ് ഉണ്ട് കേട്ടാ. കണ്ടോ ഇവിടെ ആൾക്കാർ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടിക്കറ്റ് ഒക്കെ. കണ്ടോ അപ്പൊ അവിടുന്ന് ഇവരൊക്കെ ഇത് കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഫുൾ ടീമുകൾ. മാർക്കറ്റില് ഐറ്റംസുകളും വേറെ നമുക്ക് നോക്കാം. കുറെ സാധനങ്ങളുണ്ട്. വീശറി എല്ലാ സാധനം ഉണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. ഇപ്പൊ ട്രെയിൻ ഇതിന്റെ ഇടയിൽ കൂടെ പോവാണ്. ഇത് തായ്ലാൻഡിലത്തെ കുറെ അമ്പലങ്ങളാണ്. മാഗ്നറ്റിന്റെ അമ്പലങ്ങൾ എവിടെയെങ്കിലും ഒട്ടിക്ക് വെക്കണേ അവരുടെ. ഭയങ്കര വെയിലായി. ക്ലൈമറ്റിന്റെ ഫോൺ വന്നിട്ട് ട്രെയിൻ വന്നോണ്ടിരിക്കുന്നുണ്ട്. പതുക്കെ സ്ലോവിലാണ് വരണേ. അപ്പം ഓക്കെ
ഹായ്. നമ്മുടെ ടീംസൊക്കെ എല്ലാവരും ഇരിക്കുന്നത് അങ്ങോട്ട് പോയ ട്രെയിൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. ഇപ്പൊ നമ്മള് റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് ഇരിക്കുന്നു കേട്ടോ. ഇതിലത് ആർക്കോ ഫോട്ടോ, ഇംഗ്ലീഷുകാരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. തായ്ലാൻഡിലത്തെ ട്രെയിൻ കാണാൻ വേണ്ടിട്ടാ തൃശ്ശൂരിന്ന് വണ്ടി പിടിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. ബുദ്ധന്റെ ഒരു പ്രതിമ കാണാനാണ് നമ്മൾ പോണോട്ടാ. 5500 കിലോ വെയിറ്റ് ഉള്ള സ്വർണത്തിന്റെ പ്രതിമ, 800 വർഷം പഴക്കമുള്ള പ്രതിമ കേട്ടാ. ഇത് ബുദ്ധന്റെ മാർബിൾ ടെമ്പിൾ ആണ് കേട്ടോ. അവിടെ ബുദ്ധന്റെ ടെമ്പിളുകളാണ് ഫുൾ ഉള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ ഗോൾഡൻ കണ്ടു, ഇതിപ്പോ മാർബിളിൽ പണിതിട്ടുള്ള ടെമ്പിളാണ്. നല്ല ഫോട്ടോ വ്യൂ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പ് ആണ് കേട്ടോ. ഉള്ളില് ഇത് ഹസ്കി കഫേ കേട്ടോ. ഹസ്കി കഫേ നമ്മളിത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയറാം സിനിമയുടെ ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം നമ്മുടെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഇതിനെ പറ്റിയിട്ട് അറിയണത് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഹസ്കിയുടെ കഫേയിലേക്ക് പോണത്. ഇവിടെ ചെറിയ ചാർജൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെറിയ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കണ്ടു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പ്രത്യേകം പറയുന്നത്, നമ്മൾ വേറെ ഇവിടുത്തെ സൈബീരിയൻ ഹസ്കിയുടെ വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പട്ടായയിലത്തെ വിശേഷങ്ങൾ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.